ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെഡിസിൻ കവർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മുന്നേ ഇതേപോലെ തന്നെ ഒരു മെഡിസിൻ കവർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെന്തായിട്ടും പോയിട്ടൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ മുകളിലത്തെ ആ ഒരു കവറിങ്ങൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഗുളിക വെക്കുന്ന ആ ഒരു ഭാഗം നന്നായിട്ട് ചുളുങ്ങിയിരിക്കുകയല്ലോ. അപ്പോൾ അതുപോലെയുള്ളൊരു ഇത് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് അതൊന്ന് ചുളിവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അക്രിലിക്കിൻ്റെ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ പരന്ന് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു പൊള്ളയായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം മാത്രം വെട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു ടൈപ്പും വേണം കേട്ടോ. അപ്പോൾ ഞാനത് മുന്നേ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ അവിടെ റോസ് കളർ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ റെഡ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വേണം അത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് അതുപോലെ തന്നെ വെട്ടിയെടുക്കാം. ഇനി ഞാനിവിടെ B7000 പറഞ്ഞിട്ടുള്ള ഒരു പശ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ഈ ഒരു മെഡിസിൻ കവറുകളൊക്കെ ഇതിൻ്റെ അരികുവശത്തായിട്ട് ഇങ്ങനെ പശ തേച്ച് കൊടുക്കാം. ഉൾഭാഗത്താണ് കേട്ടോ തേച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കനം കുറഞ്ഞ ടൈപ്പ് കാർഡ്ബോർഡാണ് കേട്ടോ അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതൊരു ഷർട്ട് മേടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കാർഡ്ബോർഡാണ്. ഇങ്ങനെ നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ചെറിയത് നമുക്കൊരു 8 വേണം, അതുപോലെ തന്നെ വലുത് ഒരെണ്ണം വേണം. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെയുള്ള സ്റ്റോൺ ചെയിനാണ്. ഇതിന് മീറ്ററിന് 25-30 രൂപ എങ്ങാനാണ് ഉള്ളത്. ഇനി ഇതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോൾ ചെയിൻ ആയാലും മതി കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ എടുത്തിട്ടുണ്ട്. സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നേരത്തെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മെഡിസിൻ കവറിൻ്റെ ചുറ്റുമായിട്ട് നമുക്കിങ്ങനെ ഒന്ന് പശ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് ചെയിനാണോ എടുക്കുന്നത് അത് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റോൺ ചെയിനാണ് എടുക്കണമെങ്കിൽ അതിൻ്റെ കട്ട അങ്ങനെ മറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കത്രികയോ വേറെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇങ്ങനെ ശരിയാക്കി കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതവിടെ മുഴുവനായിട്ട് തന്നെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതിലും ഇങ്ങനെ ചുറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് അഭിപ്രായം പറഞ്ഞേക്കണം കേട്ടോ. അങ്ങനെ ആ ചെയിൻ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊന്ന് കാർഡ്ബോർഡിൽ നിന്ന് ഇതൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് വെട്ടിയെടുക്കേണ്ടത്. ഇനി വെട്ടിയെടുത്തിരിക്കുന്നതിൻ്റെ അതേ വലുപ്പത്തിൽ നമുക്ക് കാർഡ്ബോർഡിൽ നിന്ന് അതുപോലെയുള്ള കഷ്ണങ്ങൾ വെട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വെട്ടിയെടുക്കേണ്ടത്. അങ്ങനെ 8 ചെറുതും അതുപോലെ തന്നെ ഒരെണ്ണം വലുതും വെട്ടിയെടുക്കണം. അതിനുശേഷം നമുക്കൊരു കട്ടിയുള്ള നൂലോ ടെങ്കീസോ ഉപയോഗിക്കാം. ഞാനിവിടെ ടെങ്കീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2 ലെയറായിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതവിടെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് വലുതെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തായിട്ട്, അതായത് 2 നൂലിൻ്റെയും നടുഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പശ തേച്ചിട്ട് ആ നടുഭാഗത്തൊന്ന് വെച്ചതിന് ശേഷം നേരത്തെ വേറൊരു കാർഡ്ബോർഡ് നമ്മൾ വെട്ടിയെടുത്തില്ലേ, അത് നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പശ തേച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെയുള്ള മുത്താണ് കേട്ടോ. നമ്മൾ 2 ലെയറായിട്ടാണല്ലോ ആ ഒരു നൂലെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 2 ലെയറിലും ഈ 2 മുത്ത് വീതം നമുക്കിങ്ങനെ കോർത്ത് കൊടുക്കാം. ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം 2 ഭാഗത്തെ നൂലൊന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെറുതില്ലേ, അത് ഇതുപോലെ തന്നെ ആദ്യം ഒട്ടിച്ചതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നേരത്തെ ആവർത്തിച്ച പോലെ തന്നെ 2 മുത്ത് വീതം നമുക്ക് ഓരോ നൂലിലും കോർത്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ 3 തവണ നമുക്കിതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പുറത്തും ഇതുപോലെ തന്നെ 3 തവണ അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം 2 നൂലും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഓരോ മുത്തായിട്ട് നമുക്കിങ്ങനെ ഒരു 15 മുത്തോളം കോർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു ഭാഗം മുഴുവനായിട്ട് ഞാനങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് അടുത്ത ഭാഗവും നമ്മൾ കോർത്തെടുക്കേണ്ടത്. അതിനുശേഷം ഓരോ ഭാഗത്തെയും 2 തലപ്പും കൂടെ പിടിച്ചിട്ട് നമുക്കൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മുത്ത് നമുക്ക് അഴിഞ്ഞു പോകരുതല്ലോ. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള കുളത്ത് വെച്ചിട്ട് ഇതൊന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അങ്ങനെയുള്ള ഒരു കമ്മലിൻ്റെ ബാക്കിൽ ഉണ്ടാവില്ലേ, ആ സംഭവം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൽ പശ തേച്ചിട്ട് ബാക്കി 2 ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ മുകളിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മാലയും കമ്മലും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.